ഓർഡർ ചരമോപചാരം. തെന്നല ജി ബാലകൃഷ്ണപിള്ള മുൻ നിയമസഭാംഗവും രാജ്യസഭാംഗവും KPCC അധ്യക്ഷനുമായിരുന്ന തെന്നല ജി ബാലകൃഷ്ണപിള്ള 2025 ജൂൺ 6 അന്തരിച്ചു. കൊല്ലം ശൂരനാട് പരേതനായ N ഗോവിന്ദപിള്ളയുടെയും ഈശ്വരി അമ്മയുടെയും മകനായി 1931 മാർച്ച് 11 ജനനം. കൊല്ലത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഭാഗവാക്കായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുലിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ച തെന്നല 5.5 വർഷത്തോളം കൊല്ലം DCC അധ്യക്ഷനായും KPCC അംഗമായും 98, 2001, 2004, 2005 കാലയളവിൽ KPCC പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. അടൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും 77 മുതൽ 80 വരെയും 82 മുതൽ 87 വരെയും 2 തവണയായി നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3 തവണ രാജ്യസഭാംഗമായും അദ്ദേഹം കേരളത്തെ പ്രതിനിധീകരിച്ചു. കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായും സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ച തെന്നല ബാലകൃഷ്ണപിള്ള മികച്ച സഹകാരിയുമായിരുന്നു. ഗാന്ധിയൻ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച സൗമ്യനും മിതഭാഷിയും കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയുമായ തെന്നല സ്ഥാനലബ്ധിയിൽ അഭിരമിക്കാതെയും സ്ഥാനത്യാഗത്തിൽ വ്യതിതനാകാതെയും രാഷ്ട്രീയ ജീവിതം നയിച്ച നേതാവായിരുന്നു. ജനപ്രതിനിധി നിലയിലുള്ള സംശുദ്ധമായ ജീവിതവും ഹൃദ്യമായ പെരുമാറ്റവും കൊണ്ട് ജനമനസ്സുകൾ ഇടം പിടിച്ച കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം എന്ന് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവിനെയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ PJ ഫ്രാൻസിസ്, കോൺഗ്രസ് നേതാവും മുൻ MLA PJ ഫ്രാൻസിസ് 2025 ജൂൺ 18 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 88-ാം വയസ്സിൽ ആലപ്പുഴയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ആലപ്പുഴ ജില്ലയിലെ PG ജൂസിൻ PJ റബാക്ക ദമ്പതികളുടെ മകനായി 1937 ഫെബ്രുവരി 19 ജനനം. ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായിരിക്കെ കോൺഗ്രസ് പ്രവർത്തകനായി. എറണാകുളം ലോ കോളേജിൽ നിന്ന് BL പാസ്സായതിനു ശേഷം പൊതുരംഗത്ത് സജീവമായി. 1979 ആലപ്പുഴ നഗരസഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവായി. ആലപ്പുഴ ജില്ലാ കോടതിയിൽ 35 വർഷം അഭിഭാഷകരായ അദ്ദേഹം ബാർ അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു. ദീർഘകാലം ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റായിരുന്നു PJ. KCB INTUC യൂണിയൻ പ്രസിഡന്റ്, KPCC അംഗം, ആലപ്പുഴ നഗരസഭ പ്രതിപക്ഷ നേതാവ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മത്സ്യത്തൊഴിലാളി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1987-91 വർഷങ്ങളിൽ അരൂർ നിയമസഭാ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥിയായി ജനവിധിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 1996 തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്തു നിന്നും VS അച്യുതാനന്ദനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിജയം കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ശ്രീ PJ ഫ്രാൻസിസ് അധികം വൈകാതെ രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ശ്രീ PJ ഫ്രാൻസിസ്. ആലപ്പുഴയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. ആലപ്പുഴയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്നു ഫ്രാൻസിസ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പദവിയും വഹിച്ചിട്ടുണ്ട്. വിനയവും ലാളിത്യവും കൈമുതലായ ഒരു ജനകീയ നേതാവായിരുന്നു PJ ഫ്രാൻസിസ്. സാധാരണക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരു നേതാവിനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ CV പത്മരാജൻ, മുൻ മന്ത്രിയും KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CV പത്മരാജൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2025 ജൂലൈ 16 അദ്ദേഹത്തിൻ്റെ അന്ത്യം. 1931 ജൂലൈ 22 കൊല്ലം ജില്ലയിലെ പരവൂരിൽ K വേലുവൈദ്യൻ്റെയും തങ്കമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം അധ്യാപകനായും അഭിഭാഷകനായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച CV DCC വൈസ് പ്രസിഡന്റ് എന്നീ കേരള പ്രസിഡന്റ് നിലയിൽ പ്രവർത്തിച്ചു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1973-79 കാലഘട്ടത്തിൽ കൊല്ലം ജില്ലാ ഗവൺമെൻറ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 82 ചാത്തന്നൂർ മണ്ഡലത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 1991 ഇതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിച്ചു. 83 മുതൽ 87 വരെ KPCC അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യവും ശക്തവുമായ വ്യക്തിത്വമായിരുന്നു പത്മരാജൻ. K കരുണാകരൻ, AK ആന്റണി മന്ത്രിസഭകൾ അംഗമായിരുന്നു. മന്ത്രി എന്ന നിലയിൽ ധനകാര്യം, വൈദ്യുതി, ഫിഷറീസ്, കയർ, ദേവസ്വം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 9ാം കേരള നിയമസഭയുടെ കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ 92 വാഹനാപകടത്തോട് ചികിത്സയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു.
ഭരണരംഗത്ത് സംഘടനാ രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മാന്യവും സൗമ്യമായ പെരുമാറ്റത്തിനുടമയായിരുന്നു. നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ സ്വീകാരനായ സി വി പത്മരാജൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ്. പ്രൊഫസർ എം കെ സാനു കേരളത്തിൻ്റെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാംസ്കാരിക നായകനും മുൻ നിയമസഭാ സാമാജികനുമായിരുന്ന പ്രൊഫസർ എം കെ സാനു 2025 ഓഗസ്റ്റ് 2 വിടവാങ്ങി. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ എം സി കേശവൻ്റെയും കെ പി ഭവാനിയുടെയും മകനായി 1928 ഒക്ടോബർ 27 അദ്ദേഹം ജനിച്ചത്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും എം കെ സാനു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. MLA ആകുന്നതിന് മുമ്പ് തന്നെ എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനും പ്രഭാഷകനുമൊക്കെയായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സാനുമാഷ് തൻ്റേതായ ഇടം കണ്ടെത്തിയിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണീയ ദർശനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട എം കെ സാനു അധ്യാപകനായും സാഹിത്യകാരനായും മികവ് തെളിയിച്ചതിന് പിന്നാലെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ 1ാം റാങ്കോടെ MA ബിരുദം നേടിയ ശേഷം കൊല്ലം ശ്രീനാരായണ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം അധ്യാപകനെ സേവനമനുഷ്ഠിച്ചു. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടുന്ന വിപുലമായ ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1987-89 കാലഘട്ടത്തിൽ ലൈബ്രറി ഉപദേശക സമിതി ചെയർമാൻ, കേരള സാഹിത്യ പ്രവർത്തക സാരുടെ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, കുങ്കുമം വാരികയിലെ ചീഫ് എഡിറ്റർ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. നിരൂപണ സാഹിത്യത്തിലൂടെയായിരുന്നു അദ്ദേഹം സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. ഇടതുപക്ഷ ആശയത്തെ ഉയർത്തിപ്പിടിച്ച അദ്ദേഹം രാഷ്ട്രീയത്തെ സാഹിത്യത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ ശ്രമിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ പ്രക്ഷോഭിതമാക്കി. നിരൂപകൻ, ജീവചരിത്രകാരൻ, പ്രഭാഷകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ എം കെ സാനു മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു. വിമർശനം, ബാലസാഹിത്യം, വ്യാഖ്യാനം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളായി ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം മലയാളത്തിലെ ജീവചരിത്ര ശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, ശ്രീനാരായണ ഗുരുസ്വാമി, സഹോദരൻ അയ്യപ്പൻ, യുക്തിവാദി MC ജോസഫ് തുടങ്ങിയ ജീവചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പറന്നു വീണ പ്രധാന കൃതികളാണ്. കർമ്മഗതി മലയാളത്തിലെ ക്ലാസിക് കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, കേരള ജ്യോതി പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അവസാന നാളുകൾ വരെയും കർമ്മനിരതമായ ജീവിതത്തിലൂടെ എല്ലാവർക്കും മാതൃക എം കെ സാനുവിൻ്റെ വിയോഗം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വിശിഷ്യ കേരള സമൂഹത്തിനാകെയും നികത്താനാവാത്ത നഷ്ടമാണ്. സാമാജിക നിലയിലും തൻ്റെ ജീവിതത്തിലൂടെയും കൃതികളിലൂടെയും അദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ എന്നും മായാതെ നിലനിൽക്കും. എം നാരായണൻ, CPI നേതാവും മുൻ MLA-മായിരുന്ന എം നാരായണൻ 2025 ഓഗസ്റ്റ് 5 അന്തരിച്ചു. കാസർഗോഡ് ജില്ലയിൽ എളരിത്തട്ടിൽ മാവുവിളപ്പിൽ ചന്ദൻ്റെയും വെള്ളച്ചീടിയും മകനായി 1956 ജൂലൈ 1 അദ്ദേഹത്തിൻ്റെ ജനനം. 1991-96 ഹൊസ്ദുർഗ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായിരുന്നു. കൂടാതെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 18 വർഷത്തോളം തപാൽ വകുപ്പിൽ സേവനമനുഷ്ഠിച്ച എം നാരായണൻ ജോലി രാജിവെച്ച് 91 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. യുവജന പ്രസ്ഥാനത്തിലൂടെ, തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിലൂടെയും അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. AIYF പ്രവർത്തകനെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് CPI കാസർഗോഡ് ജില്ലാ കൗൺസിൽ അംഗം, കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി, കേരള സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി, ആദിവാസി മഹാസഭയുടെ സംസ്ഥാന സെക്രട്ടറി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. വടക്കേ മലബാറിലെ ഒരു കാർഷിക കോളേജ് സ്ഥാപിക്കുന്നതിനും ജില്ലാ ആശുപത്രി നവീകരിക്കുന്നതിനും പാലങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പുതിയ ജയിൽ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെ നേതൃത്വം നൽകിയ അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചാലകശക്തിയായി. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ അദ്ദേഹം നിരവധി സമരങ്ങൾക്കും ജനകീയ മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ലാളിത്യം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന എം നാരായണൻ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം മാതൃകയായിരുന്നു. സത്യസന്ധത, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം എന്നിവ ജീവിതത്തിൽ മുറുകെ പിടിച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു എം നാരായണൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.